പാക് പ്രകോപനത്തിന് അറുതി വരുത്തിയ നിർണായക നീക്കങ്ങളിൽ ഇന്ത്യയുടെ സൈനിക ശേഷിക്കൊപ്പം നയതന്ത്ര മികവും പ്രകടമായി. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ലോകരാജ്യങ്ങൾ രംഗത്തെത്തിയതോടെ വെടിനിർത്തലിന് പാകിസ്ഥാൻ നിർബന്ധിതരാവുകയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ പാക് പങ്കിന് തെളിവുകൾ നിരത്തിക്കൊണ്ട് സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഇന്ത്യ ലോകത്തിനു മുന്നിൽ സമർത്ഥിച്ചു. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിച്ചും സിന്ധു നദീജല കരാർ ഉൾപ്പെടെ മരവിപ്പിച്ചും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നയം വ്യക്തമാക്കി. പിന്നെ പാക് മണ്ണിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ. സാധാരണക്കാർക്ക് പോറൽ പോലും ഏൽപ്പിക്കാതെ, മനുഷ്യാവകാശങ്ങൾ ലംഘിക്കാതെ ലഷ്കറിന്റെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ക്യാമ്പുകൾക്കുമേൽ അഗ്നിവർഷം. ആരാധനാലയങ്ങൾ തകർത്തെന്നും ജനവാസ മേഖലകൾ ആക്രമിച്ചെന്നുമുള്ള പാക് പ്രചാരണങ്ങളെ തെളിവ് സഹിതം പൊളിച്ചടുക്കി ഇന്ത്യ. യാത്രാ വിമാനങ്ങളെ മറയാക്കി പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ സംയമനത്തോടെ നേരിട്ടു. യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും പ്രതിരോധിച്ച് അന്താരാഷ്ട്ര മര്യാദകളോട് കൂറുപുലർത്തി. ഇതോടെ ഇന്ത്യയെ ലോകത്തിനു മുന്നിൽ കുറ്റക്കാരായി ചിത്രീകരിക്കാനുള്ള പാകിസ്ഥാന്റെ എല്ലാ അടവുകളും പാളി. ഇസ്രയേൽ, സൗദി അറേബ്യ, ഖത്തർ, അസർബൈജാൻ, റഷ്യ, സ്പെയിൻ അസംഖ്യം രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലും ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാക്ചി ഡൽഹിയിലെത്തിയത് ലോകം ഇന്ത്യയിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന് തെളിവായി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറെ ഫോണിൽ വിളിച്ച് ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിന് പിന്തുണയറിയിച്ചു. IMF-ൽ നിന്ന് വായ്പ വേണമെങ്കിൽ വെടിനിർത്തലിന് തയ്യാറാകണമെന്ന US-ന്റെ ഉപാധി ഗത്യന്തരമില്ലാതെ പാകിസ്ഥാന് സമ്മതിക്കേണ്ടി വന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ വധിച്ച കൊടും ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ പാക് പട്ടാളത്തിന്റെ പ്രതിനിധികളും ജനപ്രതിനിധികളും പങ്കെടുത്തത് ആ രാജ്യം ഇന്ത്യ വിരുദ്ധ നീക്കങ്ങളെ എങ്ങനെയെല്ലാം പിന്തുണയ്ക്കുന്നു എന്നതിന് തെളിവായി ലോകത്തിനു മുന്നിലുണ്ട്. UN ഉൾപ്പെടെയുള്ള വേദികളിൽ പാകിസ്ഥാനെ തുറന്നുകാട്ടാനുള്ള ശ്രമം തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് 24.